പഹൽഗാമിലും പരിസര പ്രദേശത്തുമായി 2 ദിവസം കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ ശ്രീനഗറിലേക്ക് തിരിച്ചു. തലേ ദിവസം രാത്രി തുടങ്ങിയ മഴ അപ്പോഴും തുടരുകയായിരുന്നു. പഹൽഗാം ശ്രീനഗർ റോഡിൻ്റെ ഒരു ഭാഗമാണിത്. വിശാലമായ മൈതാനം പോലെ കാണപ്പെടുന്ന 3 കിലോമീറ്റർ നീളമുള്ള ഈ 10 വരി കോൺക്രീറ്റ് റോഡ് ഒരു എയർ സ്ട്രിപ്പായി മാറ്റിയിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ വായുസേനയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണിത്. പഹൽഗാമിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ശ്രീനഗറിൽ എത്തി. ഞങ്ങൾ ആദ്യം ഷാലിമാർ ബാഗിലേക്കാണ് പോയത്. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരുന്നെങ്കിലും ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. ശ്രീനഗറിലെത്തുന്ന സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ഒരു ഉദ്യാനമാണ് ഷാലിമാർ ബാഗ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ പണി കഴിപ്പിച്ചതാണ് ഈ ഉദ്യാനം. ശ്രീനഗറിൻ്റെ കിരീടം എന്നാണ് ഷാലിമാർ ബാഗ് അറിയപ്പെടുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രം കാണാൻ പോയി. അപ്പോഴും മഴ തുടരുകയായിരുന്നു. സബർവാൻ മലനിരകളിൽ ദാൽ തടാകത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശങ്കരാചാര്യ ക്ഷേത്രം അഥവാ ജ്യേഷ്ഠേശ്വര ക്ഷേത്രം. താഴ്വരയിലെ തറനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിൽ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 6170 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്താൻ 243 പടികൾ കയറണം. ഏകദേശം 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശങ്കരാചാര്യർ ഇവിടെ സന്ദർശിച്ചതായി കണക്കാക്കുന്നു. ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ആത്മീയ ജ്ഞാനോദയം ലഭിച്ചതായും കരുതപ്പെടുന്നു. ഉയർന്ന അഷ്ടഭുജാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് ശങ്കരാചാര്യ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീനഗർ പട്ടണത്തിൻ്റെ മനോഹരമായ കാഴ്ച അവിടെ നിന്നും നമുക്ക് ദർശിക്കാവുന്നതാണ്. പക്ഷേ മഴയും മൂടൽമഞ്ഞും കാരണം ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. വൈകിട്ട് 4 മണിയോടെ ഞങ്ങൾ ദാൽ തടാകത്തിൻ്റെ കവാടത്തിനരികിലെത്തി. തടാകത്തിന്റെ മറുകരയിൽ നിരനിരയായി നങ്കൂരമിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകൾ കാണാം. അവയിൽ ഒന്നിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം. പൂക്കളുടെ തടാകം, കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം അല്ലെങ്കിൽ ശ്രീനഗറിൻ്റെ രത്നം എന്നും ദാൽ തടാകം അറിയപ്പെടുന്നു. ദാൽ തടാകത്തിൻ്റെ തീരം മുഗൾ കാലഘട്ടത്തിലെ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ, ഹൗസ് ബോട്ടുകൾ, ഹോട്ടലുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഷിക്കാര ബോട്ടിൽ ദാൽ തടാകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസാല ചായ പോലെ കാശ്മീരി കാവ വിൽക്കുന്ന ഒരാൾ ചെറിയ ബോട്ടിലെത്തി. കുങ്കുമപ്പൂവ്, ബാദാം തുടങ്ങിയവ ഇട്ട് തയ്യാറാക്കിയ ഓരോ ഗ്ലാസ് കാവ ഞങ്ങൾ കുടിച്ചു. ദാൽ തടാകത്തിലുള്ള ഒരു ചെറു തുരുത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈ തുരുത്തിൻ്റെ കരകളിൽ നിരനിരയായി ധാരാളം കടകൾ കാണാം. അത്തരം കടകളിൽ കാശ്മീരി കരകൗശല വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നതാണ്.
ശ്രീനഗറിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തടാകമാണ് ദാൽ തടാകം. ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ വലിയ തടാകമായ ഇത് ശ്രീനഗറിൽ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലമാണ്. കാശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാരത്തിൻ്റെയും വിനോദത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ് ദാൽ തടാകം. 18 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ തടാകം 21 ചതുരശ്ര കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന പ്രകൃതിദത്ത തണ്ണീർത്തടത്തിൻ്റെ ഭാഗമാണ്. മത്സ്യബന്ധനം, ജലസസ്യങ്ങളുടെ വിളവെടുപ്പ് എന്നിവയിലൂടെ വാണിജ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രധാന ഉറവിടം കൂടിയാണ് ഈ തടാകം. ഓരോ ഹൗസ് ബോട്ടിലും അതിഥികളെ തീരത്തേക്ക് കൊണ്ടുപോകാൻ പ്രത്യേക ശിക്കാരകളുണ്ട്. ഏകദേശം 15 അടി നീളമുള്ളതും മരം കൊണ്ട് നിർമ്മിച്ചതുമായ ഒരു ചെറിയ ബോട്ടാണ് ശിക്കാര. ശിക്കാര ബോട്ടുകളിൽ 6 പേർക്ക് യാത്ര ചെയ്യാം. യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യുന്നതിന് കനത്ത മെത്തയുള്ള സീറ്റുകളും ബാക്ക് റെസ്റ്റുകളും ഉണ്ട്. കാശ്മീർ താഴ്വരയുടെ സാംസ്കാരിക ചിഹ്നമായ ഇത് സന്ദർശകരെ കൊണ്ടുപോകാൻ മാത്രമല്ല, പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ എന്നിവയുടെ വിൽപ്പനയ്ക്കും ഉപയോഗിക്കുന്നു. മീൻപിടുത്തത്തിനും ജലസസ്യങ്ങളുടെ വിളവെടുപ്പിനും അവശ്യ സാധനങ്ങൾ തടാകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും ശിക്കാര ബോട്ടുകൾ ഉപയോഗിക്കുന്നു. തടാകത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള എല്ലാ പൂന്തോട്ടങ്ങളിലും തടാകത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളിലും ശിക്കാര ബോട്ട് വഴി എത്തിച്ചേരാൻ കഴിയും. ഹൗസ് ബോട്ടുകളും ദാൽ തടാകവും ശ്രീനഗറുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് നിർമ്മാണ രീതി അനുസരിച്ച് നിർമ്മിച്ച ഇവ ഫ്ലോട്ടിംഗ് കൊട്ടാരങ്ങൾ എന്നും അറിയപ്പെടുന്നു. അവയിൽ ആഡംബരമായി അലങ്കരിച്ച മുറികളും വരാന്തയും ഭക്ഷണമുറിയും ടെറസും ഉണ്ട്. എൺപത് മുതൽ 125 അടി നീളവും 9.8 മുതൽ 19.7 അടി വീതിയുമുള്ള ഹൗസ് ബോട്ടുകൾ സാധാരണയായി പ്രാദേശിക ദേവദാരു മരത്തിൻ്റെ തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. തടാകത്തിൻ്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്തും ദാൽ ഗേറ്റിന് സമീപമുള്ള തടാകക്കരയിലും തടാകത്തിലെ ചെറിയ ദ്വീപുകളിലുമാണ് ഇവ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. അവ ഓരോന്നായി നങ്കൂരമിട്ടിരിക്കുന്നു. പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ ഒരു ബോട്ടിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശനം നൽകുന്നു.
6 ദിവസത്തെ കാശ്മീർ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ രാവിലെ ശ്രീനഗർ എയർപോർട്ടിലേക്ക് തിരിച്ചു.